അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ ഇന്ന് 11 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് പാർട്ടി വിട്ടതായി ജി സുധാകരന്റെ നിർണായകമായ പ്രഖ്യാപനമുണ്ടായത്. ആലപ്പുഴയിലെ മുതിർന്ന CPM അംഗമായിരുന്ന ജി സുധാകരൻ 60 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരുടെയും പിന്തുണ തേടിയിട്ടില്ല എന്നും മത്സരം പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരല്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. ഇനി സ്വതന്ത്ര നിലപാടായിരിക്കുമെന്നും ഒരിടത്തും പ്രസംഗിക്കാൻ പോകില്ല എന്നും സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്നെക്കുറിച്ച് വിവിധ വാർത്തകൾ പുറത്തുവരുന്നുവെന്നും താൻ മത്സരിക്കുമെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരു പ്രതിപക്ഷ പാർട്ടിയുമായും സംസാരിച്ചിട്ടില്ല. UDF സ്ഥാനാർത്ഥിയാകുമെന്നും ആരോടും പറഞ്ഞിട്ടില്ല. MA ബേബി ഇന്നലെ വീട്ടിലെത്തി കണ്ടിരുന്നുവെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും പ്രചാരണങ്ങൾ മാത്രമാണ് എന്നും ജി സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ച ജി സുധാകരൻ ആരും നിർബന്ധിച്ചിട്ടല്ല താൻ പാർട്ടിയിൽ ചേർന്നത് എന്നും കൂട്ടിച്ചേർത്തു. ഹൈസ്കൂൾ കാലത്താണ് പാർട്ടിയിൽ ചേർന്നത്. 3 ആഴ്ച മുൻപ് മെമ്പർഷിപ്പ് പുതുക്കാൻ ആള് വന്നു, പുതുക്കിയില്ല. അത് വാർത്തയായി. ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് അത് ചോർത്തിയത്. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞ സുധാകരൻ പാർട്ടി ജീവിതം നയിക്കുന്ന തന്നെ വ്യക്തിഹത്യ ചെയ്തു എന്നും തന്റെ അച്ഛനെ വരെ ചില പാർട്ടി അംഗങ്ങൾ അധിക്ഷേപിച്ചു. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയത്. സജി ചെറിയാനെതിരെയും ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചു. ഭരണഘടനയെ കുന്തം കുടച്ചക്രമെന്നൊന്നും താൻ പറയില്ല എന്നും സുധാകരൻ പറഞ്ഞു. യഥാർത്ഥ പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥാനത്ത് എത്ര കാലം ഇരുന്നു എന്നല്ല, എന്ത് ചെയ്തു എന്ന് നോക്കണം. 36 വർഷം പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. പാർട്ടിയെ അധിക്ഷേപിക്കാനല്ല, 12 പാർട്ടി കോൺഗ്രസുകളിൽ കേരളത്തിന് വേണ്ടി സംസാരിച്ചു. ഒരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഒരു മുന്നണിയുടെയും ഭാഗമാകില്ല എന്നും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. തന്നെ പലരും വ്യക്തിഹത്യ നടത്തി, സുധാകുരൻ എന്ന് പോലും പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ട് നടക്കുന്നു എന്നും അവരെ ആയുധമാക്കുന്നു എന്നും സുധാകരൻ വിമർശിച്ചു. തന്റെ അച്ഛനെ വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആയിരക്കണക്കിന് കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചയാളാണ് അച്ഛൻ. ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി നൽകി. എന്റെ വീട്ടിൽ ആർക്കും കൊടുത്തില്ല. അങ്ങനെ ഒരു ആരോപണം ആരും ഉന്നയിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു.